ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖം തന്നെയാണെന്ന് കരുതുന്നു. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഒരു കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് പ്രായോഗികമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ശക്തമായൊരു തോന്നൽ കടന്നു വരികയായിരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം, ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ഉറക്കം എഴുന്നേറ്റ് ഒരു വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ അത് അത്ര പ്രായോഗികമല്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ഉറക്കം ഉണർന്ന് ഒരു വിവാഹത്തിന് പ്രിപ്പയർഡ് ആകുക എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസര് ഉറങ്ങുമ്പോൾ അവിടുന്ന് അവർക്ക് ആവശ്യമായത് നൽകുന്നു എന്ന് സങ്കീർത്തന്റെ വചനം പറയുന്നു. ദൈവം തൻ്റെ ജ്ഞാനം ദൈവദാസർക്ക് നൽകുന്നത് പലപ്പോഴും അവരെ നിദ്രയിൽ ആഴ്ത്തിയിട്ടാണ്. ഉൽപ്പത്തിയിൽ നമ്മളിങ്ങനെ കാണുന്നു, ആദത്തെ നിദ്രയിൽ ആഴ്ത്തിയതിനു ശേഷം അവൻ്റെ ഒരു അസ്ഥി എടുത്ത് അവന് അസ്തിത്വം നൽകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നു. അവിടെയും ആദം ഉറങ്ങുകയാണ്, ഇവിടെയും ഔസേപ്പ് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിലാണ് ദൈവം അവന് തക്കതായ ജ്ഞാനം നൽകുന്നത്. എൻ്റെ ചിന്ത ഇതായിരുന്നു, ഔസേപ്പിതാവ് ആ ഒരു സ്വർഗീയ ജ്ഞാനം ലഭിക്കുമ്പോൾ, അറിവ് ലഭിക്കുമ്പോൾ, ജ്ഞാനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദൈവദൂതൻ വഴി ലഭിക്കുന്ന അറിവിനെയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനം. അവനത് സ്വീകരിച്ചിട്ട് ഉടനെ തന്നെ യാതൊരു ശങ്കയും കൂടാതെ അവൻ വേഗം തന്നെ ആ ദൈവിക പദ്ധതിക്ക് ആമേൻ പറയുകയാണ്. അല്ലെങ്കിൽ ആ ദൈവിക പദ്ധതിയെ അവൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. അവിടെയാണല്ലോ നാം കാണുന്നത്, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പിതാവ് തെരഞ്ഞെടുത്ത ആ ജീവിതം, പരിശുദ്ധ കന്യാമറിയം തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ സ്വീകരിച്ച ആ ദൈവിക പദ്ധതി പട്ടുമത്തെ ആയിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ദാരിദ്ര്യവും അപമാനവും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ഒക്കെ നിർഗളമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുസ്യൂതം ഒരു തടസ്സവും കൂടാതെ അവരുടെ ജീവിതത്തിൽ പിന്നെ സഹനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നാം അവിടെ കാണുകയാണ്. ഔസേപ്പിതാവ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മയെ കൂട്ടി പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ഒരു ചിത്രമുണ്ടല്ലോ. ബത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോകുമ്പോൾ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? അത്രയധികം അട്ടർ കെയർ കൊടുക്കുകയാണ്. അവിടെ ആ പുത്രനെയും ആ ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും കൊണ്ട് ആ രാത്രികാലങ്ങളിലും അല്ലെങ്കിൽ ആ തണുപ്പ് നിറഞ്ഞ മല പ്രദേശങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ സഹനം, പിന്നീട് ജീവിതത്തിൽ മുഴുവനും ഇതാണ്, ഒളിച്ചു താമസിക്കേണ്ടി വരിക, ഒറ്റപ്പെട്ടു പോവുക. ഇവിടെയൊക്കെ നമുക്ക് ദൈവം നൽകുന്ന ഒരു വലിയ വിളിയുണ്ട്. കുടുംബസ്ഥരായ നമുക്ക് പ്രത്യേകമായിട്ട് അധ്വാനിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, ശുശ്രൂഷകളിലായിരിക്കുന്നവർക്കൊക്കെ വിശുദ്ധ ഔസേപ്പിതാവ് വലിയൊരു മാതൃകയാണ്. എന്താണെന്നോ, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു സുവിശേഷമുണ്ട്. എന്താണ്? പ്രോസ്പെറിറ്റി ഗോസ്പൽ. അനുഗ്രഹത്തിന്റെ, സമൃദ്ധിയുടെ, വലിയ വലിയ വിടുതലുകളുടെയൊക്കെ സുവിശേഷങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് വിറ്റഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് കൂടുതലും മാർക്കറ്റിംഗ് ഉള്ള രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, ഡെലിവറൻസുകളൊക്കെ വിറ്റഴിക്കപ്പെടുന്ന, മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, വൈറലാക്കപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ഡിമാൻഡുള്ള ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ നാം തിരുവചനത്തിലേക്ക് ശ്രദ്ധ പായിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരൊറ്റ അത്ഭുതം പോലും ഈശോ മിശിഹാ കർത്താവ് ദൈവം തമ്പുരാൻ ഔസേപ്പിതാവിന് വേണ്ടിയോ മറിയത്തിനു വേണ്ടിയോ ചെയ്യുന്നില്ല. ഔസേപ്പിതാവിന് വേണ്ടിയോ മറിയത്തിനു വേണ്ടിയോ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഒരു അത്ഭുതങ്ങൾ പോലും ദൈവം ചെയ്യുന്നതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ പ്രവാചകരിലൂടെ അനേകം ദൈവമക്കൾക്കൊക്കെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ, ദൈവം തെരഞ്ഞെടുത്ത തൻ്റെ അമ്മയാകാൻ, അപ്പനാകാൻ, വളർത്തച്ഛനാകാനൊക്കെ തെരഞ്ഞെടുത്ത ഈ നസ്രത്തിലെ ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കാനും ദൈവം തുനിയുന്നില്ല. ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനോ ആരെയും ദൈവം അയക്കുന്നില്ല. മറിച്ച് സഹനങ്ങൾ കൊടുക്കുന്നതിൽ ദൈവം ഒരു ലുപ്തും ഒരു പിശുക്കും കാണിക്കുന്നുമില്ല.
പ്രിയപ്പെട്ടവരെ, ഏറെക്കുറെ ജീവിതത്തിൽ സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് വലിയ വായിൽ കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, പലരോടും പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും എനിക്ക് ഈ ചിത്രങ്ങൾ കർത്താവ് എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയുടെയും ഔസേപിതാവിൻ്റെയും ഒക്കെ നിശബ്ദ സഹനങ്ങളിലാണ്. കൊട്ടിഘോഷിക്കപ്പെടുന്നില്ല, ഒരിടത്തും അവർ വലിയ രീതിയിലൊന്നും ആദരിക്കപ്പെടുന്നില്ല, വിലമതിക്കപ്പെടുന്നില്ല. എങ്കിൽ പോലും അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട് ലോ ക്ലാസ്, തച്ചന്റെ മകനല്ലേ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയധികം അവമതിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷമാണ് ഇന്ന് നമ്മൾ ജീവിക്കേണ്ടത്. വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളൊക്കെ ആഘോഷിക്കാൻ, ഭംഗിയായിട്ടൊക്കെ ആഘോഷിക്കാൻ നമ്മൾ മെനക്കെടുമ്പോൾ, ശ്രമിക്കുമ്പോൾ ഈ ഒരു ചിന്ത ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇതൊന്ന് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വേണം. വിശുദ്ധ ഔസേപിതാവിന് കിട്ടാത്ത, പരിശുദ്ധ കന്യാമറിയത്തിന് കിട്ടാത്ത എന്ത് സവിശേഷതയാണ്, എന്ത് പ്രിവിലേജാണ് ദൈവം നമുക്ക് തരേണ്ടത്? ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ആ തിരുക്കുടുംബത്തിൽ ലഭിക്കാത്ത എന്ത് സവിശേഷത നമുക്ക് ഉണ്ടായിട്ടായിരിക്കണം നമുക്ക് കൂടുതൽ പ്രിവിലേജുകളും അനുഗ്രഹങ്ങളും വിടുതലും ഒക്കെ വേണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത്? അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയിൽ പല പ്രാർത്ഥനകളൊക്കെ അങ്ങനെ ആയിത്തീരുന്നത് കൊണ്ടുള്ള സങ്കടം കൊണ്ടുകൂടെയാണ് കേട്ടോ ഇത് പങ്കുവെക്കുന്നത്. ജീവിതത്തില് ഏറ്റക്കുറച്ചിലുകളും വേദനകളും സങ്കടങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ മറിയത്തെ കുറ്റപ്പെടുത്തി, ഔസേപിതാവിനെ കുറ്റപ്പെടുത്തി അങ്ങനെ പോകുന്ന, വഴക്കടിക്കുന്ന ഒരു തിരുക്കുടുംബത്തെ നമ്മൾ അവിടെ കാണുന്നില്ല. സഹനങ്ങൾക്ക് കുറവില്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രശ്നങ്ങൾക്കോ വേദനകൾക്കോ ദാരിദ്ര്യത്തിനോ ഒന്നും അവിടെ ഒരു കുറവില്ല. പക്ഷേ അവിടെ ഒന്നും ഒരു അസ്വാരസ്യത്തിന്റെ പരസ്പരം പഴിചാരലിന്റെ ഒന്നും ഒരു അരൂപിയെ നമുക്കവിടെ കാണാൻ പറ്റിയില്ല. എന്നാൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഇന്ന് അതിലേറെയൊക്കെ സമൃദ്ധിയും അനുഗ്രഹങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ മാതാപിതാക്കള് സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൂടുതൽ വിശുദ്ധ ഔസേപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കാം. ആ ഔസേപിതാവിന്റെ അരൂപി, ആ ദാരിദ്ര്യത്തിന്റെ അരൂപി, സ്നേഹത്തിന്റെ അരൂപി, ക്ഷമയുടെ സംയമനത്തിന്റെ അരൂപി, ആ തിടുക്കത്തിന്റെ അരൂപി അത് നമ്മളിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നമുക്കും പകർന്നു തരാൻ വേണ്ടിയിട്ട്, നമ്മളും മാതാപിതാക്കളൊക്കെ ആണല്ലോ, സഹോദരങ്ങളൊക്കെ ആണല്ലോ, നമുക്കും അത് വേണ്ടേ? ഔസേപിതാവിനോട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമുക്ക് ഔസേപിതാവിനോട് ഏറെ ഭക്തി ഉണ്ടാകാം, പക്ഷെ ആ ഭക്തിയൊന്നും വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്യാവശ്യം നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ നടത്തി കിട്ടുക എന്നതിനപ്പുറം ഔസേപിതാവുമായിട്ട് നമുക്കൊരു ആഴത്തിലൊരു ബന്ധമുണ്ടോയെന്നൊന്ന് പരിശോധിക്കാം. ഔസേപിതാവിന്റെ ഈ നന്മകള്, ഔസേപിതാവിൽ കണ്ട ഈ കൃപകള് നമ്മുടെ ജീവിതത്തിലൊക്കെ പങ്കുവെക്കാനായിട്ട് സാധിച്ചാൽ നമുക്കൊക്കെ ഏറെക്കുറെ നമ്മുടെ കുടുംബങ്ങളെയും തിരുക്കുടുംബം പോലെ അതിനോടടുത്ത്, അതിനോട് ചേർന്ന് ആ ഒരു കുടുംബത്തിന്റെയൊക്കെ സ്നേഹത്തിലും സന്തോഷത്തിലാക്കാൻ സാധിക്കില്ലേ? നമുക്കും അപ്പോൾ ഒരു കല്യാണം കഴിച്ചാലോ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് ദൈവഹിതം നിറവേറ്റാനുള്ള ഔസേപിതാവിന്റെ തിടുക്കം നമുക്കുണ്ടാകട്ടെ. എല്ലാവർക്കും മുന്നേ അഡ്വാൻസ് ആയിട്ട് തന്നെ ഔസേപിതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. അതോടൊപ്പം ഔസേപിതാവിന്റെ മധ്യസ്ഥതയിലൂടെ, സഹായത്തോടുകൂടെ ഒരുപാടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയും ഔസേപിതാവിന്റെ ഇടവകയാണ്. അപ്പോൾ അതുകൊണ്ട് ഔസേപിതാവിന്റെ ഈ തിരുനാള് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ, ഏറ്റവും അനുഭവേദ്യമായ രീതിയിൽ നമുക്കൊക്കെ അനുഭവിക്കാൻ സാധിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ മാർച്ച് 19 ഔസേപിതാവ് ഒരു സർപ്രൈസ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. എപ്പോഴും ഔസേപിതാവിന്റെ ഒരു സഹായം, ഒരു കൃപ, ഒരു എന്താ പറയാ, ഒരു തലോടല്, എപ്പോഴും ഞാൻ ഉണ്ടടാ കൂടെ എന്ന് പറയുന്ന ഒരു ഔസേപിതാവിന്റെ ഒരു ധൈര്യപ്പെടുത്തല്ല, ഒരു അപ്പനടുത്ത ഒരു സ്നേഹവും വാത്സല്യവും ഔസേപിതാവിൽ നിന്ന് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ അപ്പൻ്റെ പേരും ജോസ് എന്നായിരുന്നു, അതുകൊണ്ടൊക്കെ കൂടെ ആകാം. അപ്പോൾ എല്ലാ ജോസുമാർക്കും, ജോസഫുമാർക്കും, ഔസേപ്പൂട്ടിയാർക്കും ഫീസ്റ്റിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.